ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. പത്തനംതിട്ടയിൽ പ്രായപൂർത്തിയാകാത്ത ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ 20 പ്രതികൾ അറസ്റ്റിലായി. പ്രതികൾക്കെതിരെ കൂട്ടബലാത്സംഗം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി. ഇന്നലെ അറസ്റ്റിലായ ഇലവുംതിട്ട സ്വദേശി സുബിനാണ് പെൺകുട്ടി ആദ്യം പീഡിപ്പിച്ചതെന്ന് പോലീസിന് വിവരം ലഭിച്ചു. കേസിൽ പോലീസിനോട് തൽസ്ഥിതി റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ദേശീയ വനിതാ കമ്മീഷൻ കത്തയച്ചു. പ്രതികളുടെ 42 പേരുടെ ഫോൺ നമ്പർ പെൺകുട്ടിയുടെ അച്ഛന്റെ ഫോണിൽ നിന്ന് തന്നെയാണ് ലഭിച്ചത്. ഇതിൽ ആദ്യ പരിശോധനയിൽ തന്നെ പീഡനത്തിൽ ഉൾപ്പെട്ടവരാണെന്ന് പോലീസ് ഉറപ്പിച്ച 5 പേരെ ഇന്നലെ ഇലവുംതിട്ട പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇവിടെ അറസ്റ്റിലായ സുബിൻ എന്നയാളാണ് പെൺകുട്ടിയുമായി ആദ്യം സൗഹൃദത്തിൽ ഏർപ്പെടുന്നത്. നഗ്നദൃശ്യങ്ങൾ അയച്ചുകൊടുത്തും തിരികെ വാങ്ങിയും പെൺകുട്ടിയെ പീഡിപ്പിച്ചു. ശേഷം പെൺകുട്ടിയുടെ നഗ്നദൃശ്യങ്ങൾ മറ്റു പലർക്കും അയച്ചു കൊടുത്തു. ഈ ദൃശ്യങ്ങൾ കാണിച്ചാണ് പലരും പെൺകുട്ടിയെ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചതെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. 15 പേരെ ഇന്ന് രാവിലെയാണ് പത്തനംതിട്ട ഡിവൈഎസ്പി എസ് നന്ദകുമാറിന്റെ നേതൃത്വത്തിൽ കസ്റ്റഡിയിലെടുത്തത്. ഇവരിൽ പ്രായപൂർത്തിയാകാത്തവരും ഉൾപ്പെടുന്നു. ഇന്ന് ഈ 15 പേരുടെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയതോടെ കേസിൽ ഇതുവരെ അറസ്റ്റിലായവരുടെ എണ്ണം 20ആയി. അറസ്റ്റിലായവരിൽ അടുത്ത ദിവസം വിവാഹ നിശ്ചയം നടക്കാനിരിക്കുന്ന നവവരനും ഉൾപ്പെടും. അത്ലറ്റായ പെൺകുട്ടിയെ പത്തനംതിട്ട ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും ജില്ലയ്ക്ക് പുറത്തും തിരുവനന്തപുരത്തും എത്തിച്ചും പീഡിപ്പിച്ചുവെന്നാണ് മൊഴി. 64 പേരുടെ പേരുവിവരങ്ങൾ പെൺകുട്ടി പറഞ്ഞതനുസരിച്ച് പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. പരമാവധി പ്രതികളെ ഉടൻ പിടികൂടാനാണ് പോലീസ് നീക്കം. ദക്ഷിണ മേഖലാ DIG അന്വേഷണത്തിന്റെ പുരോഗതി വിലയിരുത്തുന്നുണ്ട്. 24 പത്തനംതിട്ട. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. വ്യവസായി ബോബി ചെമ്മണ്ണൂരിന് പിന്നാലെ രാഹുൽ ഈശ്വറിനെതിരെയും പരാതിയുമായി നടി ഹണി റോസ്. തനിക്കെതിരെ സംഘടിത ആക്രമണത്തിന് ആസൂത്രണം ചെയ്യുന്നു എന്നാണ് പരാതി. താൻ അധിക്ഷേപിച്ചെന്ന് തെളിയിച്ചാൽ ജയിലിൽ പോകാനും തയ്യാറെന്ന് രാഹുൽ ഈശ്വർ പ്രതികരിച്ചു. തന്റെ മൗലിക അവകാശങ്ങളെ നിഷേധിക്കുന്നെന്നും സ്ത്രീത്വത്തെ അപമാനിക്കുന്നെന്നും ചൂണ്ടിക്കാട്ടിയാണ് രാഹുൽ ഈശ്വറിനെതിരെ നടി ഹണി റോസ് പരാതി നൽകിയത്. തുടർച്ചയായി മാധ്യമങ്ങളിലൂടെ രാഹുൽ ഈശ്വർ തനിക്കെതിരെ പൊതുബോധം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. ഇതിന്റെ ഭാഗമായുള്ള അപായ ഭീഷണികൾക്കും സൈബർ ബുള്ളിയിങ്ങിനും പ്രധാന കാരണക്കാരൻ രാഹുൽ ഈശ്വറാണെന്നും ഹണി റോസ് പറയുന്നു. എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ നേരിട്ടെത്തിയാണ് നടി പരാതി നൽകിയത്. ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലായതിന് പിന്നാലെയാണ് ഹണി റോസിനെ വിമർശിച്ച് രാഹുൽ ഈശ്വർ രംഗത്തെത്തിയത്. താൻ അധിക്ഷേപിച്ചെന്ന് തെളിയിച്ചാൽ ജയിലിൽ പോകാൻ തയ്യാറെന്ന് രാഹുൽ ഈശ്വർ 24നോട്. ഹണി റോസിനെതിരെ ഇത്രയും മാധ്യമങ്ങളിൽ ഞാൻ ചാനൽ ചർച്ചയ്ക്ക് പങ്കെടുത്തു. ഒരു മാധ്യമത്തിലെങ്കിലും ഹണി റോസിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയോ ആഭാസം പറയുകയോ സെക്ഷലി കളേർഡ് റിമാർക്ക് എന്ന ആർട്ടിക്കിൾ BNSന്റെ 75ന്റെ താഴെയുള്ള 4ാം ഉപവകുപ്പിൽ വരുന്ന ഒരു കാര്യം എവിടെയെങ്കിലും പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എനിക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം. ബോബി ചെമ്മണ്ണൂരിനെതിരായ ലൈംഗിക അധിക്ഷേപ കേസിൽ നടി ഹണി റോസിന്റെ മൊഴി വീണ്ടും പോലീസ് രേഖപ്പെടുത്തും. ബോബി ചെമ്മണ്ണൂർ പിന്തുടർന്ന് ശല്യം ചെയ്തെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. ഇത് പ്രകാരമുള്ള വകുപ്പുകൾ ചുമത്തുന്നതും സെൻട്രൽ പോലീസിന്റെ പരിഗണനയിലാണ്. 24 കൊച്ചി. മാസപ്പടി കേസിൽ CMRLനെതിരെ ഗുരുതര ആരോപണവുമായി കേന്ദ്രം. CMRL 185 കോടിയുടെ അനധികൃത പണമിടപാട് നടത്തിയെന്ന് കേന്ദ്ര സർക്കാർ ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചു. പണം നൽകിയത് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർക്കും സ്ഥാപനങ്ങൾക്കുമാണ്. കേന്ദ്ര സർക്കാരും ആദായ നികുതി വകുപ്പും ഡൽഹി ഹൈക്കോടതിയിൽ വിശദമായ റിപ്പോർട്ട് എഴുതി സമർപ്പിച്ചു. സ്ഥാപനത്തിന്റെ സുഗമമായ നടത്തിപ്പിന് വിവിധ രാഷ്ട്രീയ നേതാക്കളുമായും സ്ഥാപനങ്ങളുമായും CMRL അനധികൃത പണമിടപാട് നടത്തി. 185 കോടിയുടെ അനധികൃത പണമിടപാടിൽ എക്സാലോജിക്കുമായി മാത്രം നടത്തിയത് 1.72 കോടിയുടെ ഇടപാട്. കോർപ്പറേറ്റ് സ്ഥാപനത്തിന്റെ മറവിൽ നടത്തിയത് സങ്കല്പിക്കാൻ കഴിയാത്ത അഴിമതി. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ തകർക്കുന്ന അഴിമതിയെന്നും കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. അനധികൃതമായി നടത്തിയ പണമിടപാട് CMRLുമായി ബന്ധപ്പെട്ട കച്ചവടക്കാരുടെ ചരക്ക് നീക്കത്തിലെ ചെലവിൽ ഉൾപ്പെടുത്തി കണക്കിൽ കാണിച്ചു. CMRLനെതിരെ ആദായ നികുതി വകുപ്പും വാദം സമർപ്പിച്ചു. നിയമപ്രകാരമുള്ള തുടർ നടപടികൾ സ്വീകരിക്കാമെന്നും CMRLന്റെ ഹർജി തള്ളണമെന്നും ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടു. 24 ഡൽഹി. പ്രതിഷേധത്തിനിടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഭരണമാറ്റം. മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലിന്റെ വികാരിയായി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയെ നിയമിച്ചു. അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായിരുന്ന മാർ ബോസ്കോ പുത്തൂർ രാജിവെച്ചതിനെ തുടർന്നാണ് ഈ നടപടി. പുതിയ ക്യൂരിയ ഫാദർ ജോഷി പുത്തൂരിനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം പ്രതിഷേധം ശക്തമാക്കി. സമാധാനപരമായി ബിഷപ്പ് ഹൌസിനുള്ളിൽ പ്രാർത്ഥനായജ്ഞം നടത്തിയിരുന്ന 21 വൈദികരെ പോലീസ് ബലം പ്രയോഗിച്ച് പുറത്താക്കിയെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധങ്ങളുടെ തുടക്കം. പിടിവലിയിൽ വൈദികർക്ക് പരിക്കേറ്റു. തുടർന്ന് പോലീസിനും സർക്കാരിനുമെതിരെ അതിരൂക്ഷ വിമർശനമുയർത്തി പ്രതിഷേധക്കാർ.
പോലീസിന്റെ ബാരിക്കേഡുകൾ വരെ തകർത്തു. തുടർന്ന് ദിവസങ്ങളായി പള്ളിക്കുള്ളിൽ പ്രാർത്ഥനായജ്ഞം നടത്തിയിരുന്ന 21 വൈദികർക്കെതിരെ സഭ നടപടിയെടുത്തു. ഇതിനിടയിലാണ് അതിരൂപതയിലെ പുതിയ ഭരണമാറ്റം. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേ തട്ടിലിന്റെ പുതിയ വികാരിയായി മാർ ജോസഫ് പാംബ്ലാനിയെ നിയമിച്ചു. അഡ്മിനിസ്ട്രേറ്ററായിരുന്ന ബോസ്കോ പുത്തൂർ രാജിവെച്ചതിനെ തുടർന്നാണ് നിയമനം. 2023 ഡിസംബർ 7-നാണ് മാർ ബോസ്കോ പുത്തൂർ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനം ഏറ്റെടുത്തത്. 2024 സെപ്റ്റംബറിൽ ആരോഗ്യ കാരണങ്ങളാൽ രാജി സമർപ്പിച്ചു എന്നാണ് സീറോ മലബാർ സഭയുടെ വിശദീകരണം. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കുർബാന തർക്കം ഉൾപ്പെടെയുള്ളവയിൽ പരിഹാരം കണ്ടെത്തുക അടക്കമുള്ളവയായിരിക്കും മാർ ജോസഫ് പാംബ്ലാനിയുടെ കർത്തവ്യം. വിമത വിഭാഗം പ്രതിഷേധം തുടരുന്നതിനിടയിൽ ആരാധനാക്രമത്തിലെ അഭിപ്രായങ്ങൾ തെരുവിലെ സംഘർഷമാക്കി മാറ്റരുതെന്ന് മുന്നറിയിപ്പും സഭ നൽകി. പ്രതിഷേധം തുടർന്നാൽ നടപടി കടുപ്പിക്കാനും സാധ്യതയുണ്ട്. 24 കൊച്ചി. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. CPIM ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ തോമസ് കെ തോമസിനെതിരായ വിമർശനം ശരിവെച്ച് ജില്ലാ സെക്രട്ടറി ആർ നാസറിന്റെ മറുപടി. കുട്ടനാട്ടിൽ വിയർപ്പൊഴുക്കുന്ന പാർട്ടിയാണ് സീറ്റ് ഏറ്റെടുക്കേണ്ടത് എന്നായിരുന്നു ആർ നാസറിന്റെ പ്രതികരണം. എന്നാൽ നാസറിനെ മുഖ്യമന്ത്രി പിന്നീട് തിരുത്തി. ഘടകകക്ഷികളെ തള്ളിപ്പറയുന്നത് മുന്നണി മര്യാദയല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മനീഷ് മഹിപാൽ വിവരങ്ങൾ നൽകും. മനീഷ്, എന്താണ് ജില്ലാ സമ്മേളനത്തിൽ MLAക്കെതിരായ വിമർശനം? അത് ഒരൊറ്റപ്പെട്ട വിമർശനമായിരുന്നില്ല. സമ്മേളന പ്രതികളിൽ വലിയൊരു ഭാഗവും ആ വിമർശനം ആവർത്തിക്കുന്നുണ്ടായിരുന്നു. മുഖ്യമന്ത്രി അതിന് നൽകിയ തിരുത്തെന്താണ്? വിജയകുമാർ, കുട്ടനാട് നിയോജക മണ്ഡലം ഉൾപ്പെടുന്ന കുട്ടനാട് തകഴി ഏരിയ സമ്മേളനത്തിലെ ഏരിയ കമ്മിറ്റിയിലെ പ്രതിനിധികളാണ് തോമസ് കെ തോമസിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചത്. കരാറുകാരിൽ നിന്നും പണം വാങ്ങുന്ന MLA ആണ്. ഒപ്പം തന്നെ തെക്കും വടക്കും അറിയാത്ത ആളാണ്. ഇങ്ങനെയുള്ള ഒരു കച്ചവടക്കാരനെ ഇനിയും താങ്ങേണ്ട ആവശ്യമുണ്ട് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു പ്രതിനിധികൾ ഉന്നയിച്ചത്. ഇതിന്റെ മറുപടി എന്നോണം ജില്ലാ സെക്രട്ടറി ആർ നാസറും ഇവരുടെ ആരോപണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിമർശനം ശരിവെക്കുന്ന തരത്തിലുള്ള പ്രതികരണമായിരുന്നു. NCP ഈ രീതിയിൽ ഉള്ള ഇടപെടലാണ് നടത്തുന്നത്. NCP പാർട്ടിയെ ആകെ വിമർശിച്ചുകൊണ്ട് ജില്ലാ സെക്രട്ടറി രംഗത്ത് വന്നു. കുട്ടനാട് സീറ്റ് ഏറ്റെടുക്കുമോ എന്ന കാര്യത്തിൽ സംസ്ഥാന നേതൃത്വമാണ് തീരുമാനം എടുക്കേണ്ടതെന്നും പറഞ്ഞു. പക്ഷേ മുഖ്യമന്ത്രി അതിനെ തിരുത്തിക്കൊണ്ട് രംഗത്തെത്തി. അവരെ കൂടെ നിർത്തി NCP ആണെങ്കിലും തോമസ് കെ തോമസിന്റെ ആണെങ്കിലും കൂടെ നിർത്തണം. ഘടകകക്ഷികൾ അങ്ങനെ തള്ളിപ്പറയുന്നത് മര്യാദയല്ല എന്നുള്ളൊരു സൂചന അദ്ദേഹം നൽകി. പക്ഷേ ഈ സമ്മേളനത്തിനൊരു പ്രത്യേകത, 3 ദിവസവും മുഴുനീള സമയവും മുഖ്യമന്ത്രിയും സംസ്ഥാന സെക്രട്ടറിയും മുതിർന്ന നേതാക്കളും പങ്കെടുക്കുമെന്ന പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ ഉൾപാർട്ടി പ്രശ്നങ്ങളും ഒപ്പം തന്നെ വിഭാഗീയ വിഷയങ്ങളും കൊഴിഞ്ഞുപോക്കടക്കമുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഈ സമ്മേളനങ്ങളിൽ ചർച്ചയായില്ല. മുഖ്യമന്ത്രി തന്നെ പങ്കെടുക്കുന്നത് കൊണ്ട് ആകെ സർക്കാരിനെതിരെ ഉണ്ടായ വിമർശനം, പോലീസിനെതിരെ ചെറിയ തോതിലുള്ള വിമർശനം, ഒപ്പം തന്നെ കയർ വകുപ്പ് മന്ത്രിക്കെതിരായ വിമർശനം മാത്രമാണ് സർക്കാരിനെതിരെ ഉണ്ടായത്. താരതമ്യേന മറ്റ് സമ്മേളനങ്ങൾ പോലെ സർക്കാരിനോ പാർട്ടിക്കകത്ത് പ്രശ്നങ്ങളോ ഗുരുതരമായി ചർച്ച ചെയ്തില്ല. മുഖ്യമന്ത്രി അതുകൊണ്ട് തന്നെ ഈ സമ്മേളന കാലത്ത് മുഴുവൻ സമയം ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ ആലപ്പുഴ കരിച്ചുകുളങ്ങരയിൽ കഴിഞ്ഞ 3 വർഷം മുൻപ് ജില്ലാ സമ്മേളനത്തിൽ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളും പൊട്ടിത്തെറികളും ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരം വിഷയങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി ഇത്തവണ ഈ 3 ദിവസവും മുഴുനീളെ ഇതിൽ പങ്കെടുത്തതെന്നുള്ള വിവരം കൂടിയുണ്ട്. നാളെ ഇനി പുതിയ ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കും. ഇപ്പോൾ നിലവിലുള്ള ജില്ലാ സെക്രട്ടറി ആർ നാസർ തന്നെ തുടരാനാണ് സാധ്യത. ഒപ്പം തന്നെ പുതിയ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന സമ്മേളന പ്രതിനിധികളെ അടക്കമുള്ള ആളുകളെ തെരഞ്ഞെടുക്കും. നാളെ വൈകിട്ട് സമാപന സമ്മേളനവും ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ്. വിജയകുമാർ. യെസ്, ഇക്കാര്യത്തിൽ ഇത്തവണ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ പ്രത്യേകത മനീഷ് സൂചിപ്പിച്ചതുപോലെ മുഴുവൻ സമയവും മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും അതിൽ പങ്കെടുക്കുന്നു എന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് നാസറിനെ മുഖ്യമന്ത്രി ആ വേദിയിൽ വെച്ച് തന്നെ തിരുത്തിയത്. ഘടകകക്ഷികളെ തള്ളിപ്പറയുന്നത് മുന്നണി മര്യാദയല്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ തിരുത്ത്. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. ഒക്ടോബർ 25 മുതൽ നവംബർ 7 വരെ ലിയണൽ മെസ്സി കേരളത്തിൽ ഉണ്ടാകുമെന്നാണ് കായിക വകുപ്പ് മന്ത്രി അറിയിച്ചത്. മത്സരങ്ങൾ കൂടാതെ ആരാധകർക്ക് കാണാൻ വേദി ഒരുക്കുന്നതടക്കം പരിഗണനയിലുണ്ട് എന്നാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ പ്രതികരിച്ചത്. ആദ്യം അദ്ദേഹത്തിന്റെ വാക്കുകൾ. അടുത്ത ഒക്ടോബർ 25 മുതൽ നവംബർ 2 വരെ 7 ദിവസം മെസ്സി കേരളത്തിൽ ഉണ്ടാവും. അവരുടെ ഫ്രണ്ട്ലി മാച്ചിന് പുറമെ നിങ്ങളുടെയൊക്കെ കാണാൻ 20 മിനിറ്റ് അദ്ദേഹം പൊതുവേദിയിൽ കൂടി ഉണ്ടാവും. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ നൽകും. അഭിജിത്ത്, ഇതിൽ അർജന്റീന ടീമിന്റെ സന്ദർശനത്തിന്റെ ഒരു സമയക്രമം മന്ത്രി പ്രഖ്യാപിക്കുകയായിരുന്നു ആ വേദിയിൽ ചെയ്തത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ?
വിജയകുമാർ, കഴിഞ്ഞ നവംബറിലാണ് മെസ്സി കേരളത്തിലേക്ക് എത്തും എന്നുള്ളൊരു പ്രഖ്യാപനം കായിക മന്ത്രി വി അബ്ദുറഹ്മാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പക്ഷേ അതിനുശേഷം എപ്പോഴാണ് മെസ്സി എത്തുക തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു അവ്യക്തതയുണ്ടായിരുന്നു എല്ലാവർക്കും. അതായത് ഈ ഫുട്ബോൾ ഫാൻസുകാർക്കൊക്കെ, ആരാധകർക്കൊക്കെ അത്തരത്തിലൊരു ആശങ്കയുണ്ടായിരുന്നു. മെസ്സി എത്തുമോ, മെസ്സി കേരളത്തിലേക്ക് എത്തുമോ, കളിക്കുമോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു, ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ദൂരീകരിക്കുന്നതാണ്, അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇപ്പോൾ, ആ ആശങ്കയൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ടാണ് ഇപ്പോൾ കായിക മന്ത്രിയുടെ പ്രഖ്യാപനം വരുന്നത്. കോഴിക്കോട് നടന്ന ഒരു പൊതുപരിപാടിയിൽ, ഒരു പരസ്യത്തിന്റെ ഒരു പരിപാടിയിലാണ്, ഒരു സ്വകാര്യ പരിപാടിയിൽ വെച്ചാണ് വി അബ്ദുറഹ്മാൻ ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തുന്നത്. മെസ്സി കേരളത്തിലേക്ക് എത്തുന്നു. ഒക്ടോബർ 25 മുതൽ നവംബർ 2 വരെ മെസ്സി കേരളത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് മന്ത്രിയുടെ പ്രഖ്യാപനം. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം മെസ്സി ഫുട്ബോൾ മത്സരത്തിന് ഇറങ്ങും എന്നതിലുപരി ഒരു പൊതുപരിപാടിയുടെ ഭാഗമാകുന്നു എന്നുള്ളൊരു സുപ്രധാനമായ കാര്യം കൂടി മന്ത്രി പ്രഖ്യാപിക്കുന്നു. അതായത് മെസ്സിക്കെത്തുന്ന അർജന്റീന ടീം കേരളത്തിൽ 2 സൗഹൃദ മത്സരങ്ങൾ കളിക്കും എന്നുള്ളൊരു കാര്യത്തിലേക്കാണ്, അത്തരം ഒരു തീരുമാനത്തിലേക്കാണ്, അത്തരം ഒരു വിവരത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അത് ഈ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച് ഒക്ടോബർ 25 മുതൽ നവംബർ 7 വരെ എന്ന് പറയുമ്പോൾ വളരെ ദീർഘമായ കാലയളവാണ്. അത്രയും ദിവസം അർജന്റീന ടീമിന് എന്തൊക്കെ പരിപാടികൾ ഉണ്ട് കേരളത്തിൽ എന്നത് മന്ത്രി കൃത്യമായി വിശദീകരിച്ചു. ഒക്ടോബർ 25 മുതൽ നവംബർ 2 വരെ അല്ലേ? ഒക്ടോബർ 25 മുതൽ നവംബർ 2 വരെ മെസ്സിയും അർജന്റീനൻ ടീമും കേരളത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് കായിക മന്ത്രിയുടെ പ്രഖ്യാപനം. അതിനിടയിൽ 2 മത്സരങ്ങൾ അർജന്റീന ടീം കേരളത്തിൽ കളിക്കും. ഒപ്പം തന്നെ ഒരു പൊതുപരിപാടിയുടെ ഭാഗമാകും മെസ്സി, ആരാധകരുമായി സംവദിക്കും മെസ്സി തുടങ്ങിയ കാര്യങ്ങളാണ് കായിക മന്ത്രി ഈ ഒരു പരിപാടിയിൽ, ഒരു സ്വകാര്യ പരിപാടിക്കിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതൊരു പക്ഷേ അടുത്ത ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ആരാധകരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട, അവർക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു വാർത്തയാണിത്. കാരണം നേരത്തെ തന്നെ മെസ്സി എത്തും, അർജന്റീനിയൻ ടീം എത്തും എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അകത്ത് കുറേ സംശയങ്ങൾ ഉണ്ടായിരുന്നു. മെസ്സി തന്നെ എത്തുമോ തുടങ്ങിയ സംശയങ്ങളൊക്കെ ആരാധകർക്കുണ്ടായിരുന്നു. കാരണം ഇതിഹാസ തുല്യനായ ഒരു കായിക താരമാണ് അദ്ദേഹം. കേരളത്തിലേക്ക് എത്തുമോ, അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളൊക്കെ ആ രീതിയിൽ, അതുമായി മെച്ചപ്പെട്ടൊരു ഗ്രൗണ്ട് സംവിധാനങ്ങൾ കേരളത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. അർജന്റീന പോലെയുള്ള ഒരു ടീം ഇവിടേക്ക് എത്തുമ്പോൾ ലോക ചാമ്പ്യന്മാരാണ്, 2022 ഖത്തറിൽ വേൾഡ് കപ്പ് നേടിയ ടീമാണ്. അപ്പോൾ അവർ ഇവിടേക്ക് എത്തുമ്പോൾ അതിന് പര്യാപ്തമായ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടോ തുടങ്ങിയ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മെസ്സി തന്നെ കളത്തിൽ ഇറങ്ങുമോ തുടങ്ങിയ ആശങ്കകൾ, സംശയങ്ങളൊക്കെ ആരാധകരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ദൂരീകരിക്കുന്നു മന്ത്രി. ഈ ഒരു പരിപാടിയിൽ മന്ത്രി പ്രഖ്യാപിക്കുന്നു ഒക്ടോബർ 25 മുതൽ നവംബർ 2 വരെ മെസ്സി ഇവിടെ ഉണ്ടാകും. 2 മത്സരങ്ങൾ അർജന്റീന ടീം ഇവിടെ കളിക്കും. ഏത് ടീമിനെതിരെയാണ് ഈ മത്സരം ഉണ്ടാവുക എന്നുള്ള കാര്യത്തിലൊക്കെ ഇനിയും ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഏതായാലും 2 മത്സരങ്ങൾ ഉണ്ടാകുന്നെന്ന് പറയുമ്പോൾ തന്നെ അത് ആരാധകരെ സംബന്ധിച്ച് ഏറെ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം അർജന്റീന പോലെയുള്ള ഒരു ടീം കേരളത്തിലേക്ക് എത്തുന്നു. ശരി അഭിജിത്ത്, അതിൽ എന്താണ് അതിന്റെ സമയക്രമം സമ്പൂർണ്ണമായി പുറത്തു വന്നിട്ടില്ല എങ്കിലും ഒക്ടോബർ 25 മുതൽ നവംബർ 2 വരെ മെസ്സിയും അർജന്റീനൻ ടീമും കേരളത്തിൽ ഉണ്ടാകും. 2 മത്സരങ്ങളിൽ കളിക്കുന്നുണ്ട്. അതുകൂടാതെ ആരാധകർക്ക് വേണ്ടി ഒരു വേദി ഒരുക്കും. ഇത്രയും കാര്യങ്ങളാണ് മന്ത്രി വ്യക്തമാക്കിയത്. അതിൻ്റെ കൂടുതൽ ഷെഡ്യൂൾ, സമയക്രമം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ, മറ്റു പരിപാടികൾ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. വാർത്താമഴയിൽ ഒരിടവേള കൂടി. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. കേരളത്തിലെ റോഡ് വികസനത്തിന് 20,000 കോടി അനുവദിക്കുമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി. ഇക്കാര്യം ആവശ്യപ്പെട്ട് കത്ത് നൽകാൻ മുഖ്യമന്ത്രിയോട് പറയണമെന്ന് സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാലിനോട് നിതിൻ ഗഡ്കരി ആവശ്യപ്പെട്ടു. കൊച്ചിയിൽ 24 ബിസിനസ് കോൺക്ലേവിലായിരുന്നു കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ ഈ പ്രഖ്യാപനം. I will give you a new proposal by which the GST, that is to be a notional loss, then give me sand, then aggregate and everything without royalty. If the vacant land is there, barren land is there, you can add it, give it to my project. I will construct logistic park and I will make the road. കേരളത്തിലെ റോഡ് വികസനത്തിന് പണം തടസ്സമല്ലെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. സംസ്ഥാനത്ത് റോഡ് അപകടങ്ങൾ പെരുകാൻ കാരണം റോഡ് ഡിസൈനിങ്ങിലെ സങ്കീർണതകളാണ്. ഹൈവേ വികസനം വേഗത്തിലാക്കാൻ റോഡ് നിർമ്മാണ സാമഗ്രികളുടെ GST സംസ്ഥാനം ഒഴിവാക്കണം. മണൽ ഉൾപ്പെടെ ആവശ്യത്തിന് ലഭ്യമാക്കണമെന്നും നിതിൻ ഗഡ്കരി. GST ഒഴിവാക്കാൻ തീരുമാനിച്ചെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രതികരിച്ചു. റോഡ് വികസനത്തിന് പണം നൽകാൻ മുഖ്യമന്ത്രിയുടെ കത്ത് കാത്തിരിക്കുകയാണെന്ന് നിതിൻ ഗഡ്കരി 24 ബിസിനസ് കോൺക്ലേവിൽ. Not receiving that letter only. You have approved it. Please send me that letter immediately. I will sanction the project of 15,000 to 20,000 crore immediately to Kerala.
കേരളത്തിലെ റബ്ബർ കർഷകരുടെ നിരന്തര ആവശ്യം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. റബ്ബർ അധിഷ്ഠിത ടാറിംഗ് പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്രം തയ്യാറെന്ന് നിതിൻ ഗഡ്കരി മറുപടി നൽകി. കേന്ദ്രമന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾ സ്വാഗതം ചെയ്യുന്നെന്ന് കെ എൻ ബാലഗോപാൽ. Thank you. I will convey this message to the Honorable Chief Minister also. But we already decided on the issue of GST for materials in the new construction. തൊഴിലവസരങ്ങൾ കൂട്ടാൻ ഉതകുന്നതാകണം വികസന പദ്ധതികളെന്നും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ബിസിനസ് ഡെസ്ക് 24. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നതിൽ പോലീസ് ഡയറിയിൽ സുഹൈൽ ചേരും.